ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൈസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലയാളികളുടെ സദ്യയുടെ കൂടെ നമ്മൾ ഒഴിവാക്കാത്ത ഒരു ഉപ്പേരി ഐറ്റമാണ് ശർക്കര വരട്ടി. അത് ഓണമായാലും വിഷു ആയാലും എല്ലാം നമ്മൾ ഓണസദ്യയാണ്, വിഷു സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അരികിലും നമ്മൾ സദ്യ വിളമ്പുന്ന കൂട്ടത്തിൽ മെയിൻ ഐറ്റം തന്നെയാണ് ശർക്കര വരട്ടി. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ചൊരു ഏത്തക്ക, പച്ച ഏത്തക്ക ഉണ്ടെങ്കിൽ അത് വെച്ച് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ സദ്യയുടെ കൂടെ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാ വെറുതെ ഇരുന്ന് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശർക്കര വരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ പച്ച ഏത്തക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏത്തക്ക എടുക്കുമ്പോൾ ഒരുപാടങ്ങ് മൂത്ത ഏത്തക്ക എടുക്കാതിരിക്കുക, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മുറുകെ കിട്ടുകയില്ല. അതുപോലെ തന്നെ ഇത് തൊലി പൊളിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ തൊലി പൊളിക്കാനായിട്ട് പാടൊന്നുമില്ല. ഒരേത്തക്ക എടുത്തിട്ട് നമുക്കിത് ഒന്ന് കത്തി വെച്ച് 2 വശം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് പൊളിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഇത് വീട്ടിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ശർക്കര വരട്ടിക്ക് ആയതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇടാത്തത്. ശർക്കര വരട്ടിക്കാകുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ വറുക്കാനാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കായ് ഇട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് നല്ലൊരു കളറ് ആ കായ്ക്ക് കിട്ടും. ശർക്കര വരട്ടിക്കാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം, അതിൻ്റെ ആ പുറത്തുള്ള കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കായെല്ലാം നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയാൻ നേരം നമ്മളിതുപോലെ ഒരു കായ എടുക്കുക, അതിന് നടുക്കൂടി നമ്മളിതുപോലെ ഒന്ന് പൊളന്ന് കൊടുക്കണം. അതിനുശേഷം ഒരു ഇഞ്ച് കനത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. അപ്പോൾ അരിയുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഒരേ കനമുള്ള കഷ്ണമായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞിടാനായിട്ട്, എങ്കിലേ ഉള്ളത് നമുക്ക് നല്ല കറക്റ്റായിട്ട് മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരേ കനത്തിൽ അരിഞ്ഞെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ഒരേ മൂപ്പിൽ തന്നെ വറുത്ത് കോരി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അരിയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പാടുമില്ല, നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് തന്നെ അരിയുവാണെങ്കിലാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓരോ പ്രാവശ്യം അരിഞ്ഞ് കഴിയുമ്പോഴും കറക്റ്റ് നമ്മുടെ കൈ ഒന്ന് പുറകോട്ട് മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ മുഴുവനും തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം ഒരേ കനത്തിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉരുളിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഉരുളിയിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതെപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, എങ്കിലേ ഉള്ളൂ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് പാകത്തിന് മൂത്ത് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കൂടുതൽ മൂപ്പായി പോകും, നിറമൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇത് എണ്ണയിലിട്ട് കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അതല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന ആ ഒരു ഭാഗം മാത്രം കൂടുതൽ മൂത്ത് പോകും. അപ്പോൾ ഇതുപോലെ ഇളക്കി അടിയിൽ മുകളിൽ മറിച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ, എങ്കിലേ ഉള്ളൂ എല്ലാ കായും ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാനിയിലേക്കിട്ടിത് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇത് കണ്ട് ഇത് മുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കുമ്പം നല്ല കരികരാന്നൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി മുറുകാനുണ്ട്. ഇതിപ്പോൾ ഒരു പകുതി മൂപ്പായതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് കൂടുമ്പം ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിത് മൂപ്പാകുന്ന വരെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിപ്സ് ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. ഇപ്പോൾ 1 മണിക്കൂറായി നമ്മളിത് ഇട്ട് കൊടുത്തിട്ട്. ഇപ്പം നമ്മുടെ ചിപ്സൊക്കെ നമ്മൾ വറുത്ത് കോരുന്ന ഒരു പാകമായിട്ടുണ്ട്. അപ്പം ശർക്കര വരട്ടിക്കാവുമ്പം അതിലും കുറച്ചും കൂടി മൂപ്പ് വേണം. ഒരു 10 മിനിറ്റും കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ ശർക്കര വരട്ടിയുടെ മൂപ്പിൽ നമുക്കിത് മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള സമയം നമ്മളിതുപോലെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിലുള്ളത് മാത്രം ഒരു മൂപ്പായി പോകും. ഇങ്ങനെ എപ്പോഴും ഇളക്കി തന്നെ ഇനിയുള്ള 10 മിനിറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ എല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് മൂത്ത് കിട്ടുകയുള്ളൂ.
ഇപ്പോൾ ഇവിടെ 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കോരിയിട്ട് കണ്ടോ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇനി ഇത് നല്ല പോലെ തന്നെ ചൂടാറണം. ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിപ്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ശർക്കരയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. 750 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാനിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി നമുക്ക് എടുക്കാം. കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ശർക്കരപ്പാനിയുടെ കണക്കെന്ന് പറയുന്നത് 100 പാവാവണം. അപ്പോൾ ആ ഒരു കട്ടി വരുന്നത് വരെ നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുത്ത് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചുക്കും ജീരകവും ഒക്കെ പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജീരകവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും കൂടിയും ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരപ്പാനി 100 പാവായിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് പാനി കറക്റ്റ് ആയിട്ട് ആയെന്ന് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ചിപ്സ് ഇതിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ ശർക്കരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചിപ്സിൽ പിടിച്ചു വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വരുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് അരി എടുത്ത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അരി വറുത്ത് പൊടിക്കുന്നത് ഞാൻ അരിയും നിലക്കടലയും ചേർത്തുള്ള ഒരു ലഡുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ അതൊന്ന് കണ്ട് മനസ്സിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താലേ ഉള്ളൂ അതെല്ലാ ഭാഗത്തും നന്നായിട്ട് അത് കറക്റ്റായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര വരട്ടി പാകത്തിന് മുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് ഇത് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടി നമുക്ക് കുറേശ്ശെ വിതറി കൊടുക്കാം. അങ്ങനെ വിതറി കൊടുത്ത് ഇത് ഇളക്കി എടുക്കണം. അപ്പോൾ അത് നമുക്ക് ശർക്കര വരട്ടി എല്ലാം വെവ്വേറെയായിട്ട് വിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര വരട്ടി റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടാൽ തണുത്ത് വന്നപ്പം ഇത് നല്ലപോലെ ഇളകി നമുക്ക് കിട്ടും. അപ്പം ഒന്നിനെ ഒട്ടിപ്പിടിച്ച് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ശർക്കര വരട്ടി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.